ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് വലിയ ട്രാപ്പിൽപ്പെട്ടവനാ ഞാൻ. എ ഫേറ്റൽ ട്രാപ്പ്. എന്റെയും എന്റെ സീനത്തിന്റെയും മോളുടെയും ജീവൻ ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. യു ജസ്റ്റ് കിൽ മീ ആനന്ദ്, കിൽ മീ. ഞാനൊരാൾ മരിച്ചാൽ ഒരുപക്ഷെ എന്റെ ഭാര്യയും കുട്ടിയും അവരെങ്കിലും രക്ഷപ്പെടും. നിങ്ങളൊരു ഉഗ്രൻ പെർഫോമറാണ് മിസ്റ്റർ ഇക്ബാൽ. പക്ഷെ ഇപ്പൊ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മരണത്തിന് മുമ്പിൽ നേർക്കുനേരെ നിൽക്കുമ്പോൾ ജീവന് വേണ്ടി ആരും പ്രാർത്ഥിക്കും. തന്റെ ആ പ്രാർത്ഥന ഫലിക്കണം. കോടതിക്ക് തന്നെ വേണം ജീവിച്ചിരിക്കുന്നൊരു തെളിവായിട്ട്. അതുവരെ സുരക്ഷിതമായിട്ട് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കണം സാർ. വിളിച്ചവന്മാരെ അറിയിക്കുക ഞങ്ങളെ ഒരുമിച്ച് കണ്ടു, ഇനിയും ഒരുമിച്ച് കാണേണ്ടി വരുമെന്ന്. മരണമല്ല, പ്രിയപ്പെട്ടവരുടെ മരണത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ നിൽപ്പുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ദുരന്തം.
ഞാൻ എൻ്റെ അനിയൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇനി നീ ഇതുപോലെ നിൽക്കാൻ പോകുന്നത് നിനക്കുണ്ടല്ലോ അമ്മയും പെങ്ങളും ഒക്കെ. സേതു അമ്മ എവിടെ? സേതു അമ്മ എവിടെയാ ചോദിച്ചത്? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാണെങ്കിലേ ഞാൻ കുളിച്ചൊരുങ്ങി വന്നിട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം. അയ്യോ എന്റെ കണ്ണിൽ പൊടി പോയി. എടി അമ്മ എവിടെ പറയടി. എന്റെ കണ്ണിൽ പൊടി പോയത് കണ്ടൂടെ? ഒന്ന് ഊതി തന്നൂടെ? ഇനി പറ അമ്മ എവിടെ? അമ്മായി കുന്നത്തൂർക്കാവിൽ പോയി, രാജം ചേച്ചി ചന്തയിൽ പോയി, എന്റെ കണ്ണിൽ പൊടിയും പോയില്ല. ദൈവമേ, എന്റെ മോൻ. എടാ ശേഖര, നിന്നെ എത്ര നാളായിട്ട് അമ്മയൊന്ന് കണ്ടിട്ട്. നീ ഇത് എവിടെയായിരുന്നു? ഇപ്പൊ എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. കസ്തൂരി മടിയിൽ വെച്ചിട്ട് ലോകം മുഴുവൻ മണം തേടി നടക്കുന്ന പോലെയാ എന്റെ കാര്യം. അല്ലേ നീ കെട്ടാൻ പോകുന്ന പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോഴാ നാട് നീളെ പെണ്ണെന്നെ അടിച്ചു നടക്കുന്നത് ഞാന്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ അവളല്ലേടാ. ഞങ്ങൾ തമ്മിൽ ചേരത്തില്ല, അത് കാര്യം വേറെ. ദേ കേട്ട് കഴിഞ്ഞാൽ നീ അവളെ കൊണ്ട് പോക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ അമ്മയും കൊണ്ടാ പോകാൻ പോകുന്നത്. എവിടെ? ഇനി എന്റെ കൂടെ നിന്നാ മതി. എന്താ? ഇനി എന്റെ കൂടെ നിന്നാ മതി.